പുരാതന ഭാരതീയ ചിന്തകനായ ആചാര്യ ചാണക്യൻ അഥവാ കൗടില്യൻ രചിച്ച വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ചാണക്യനീതി. ജീവിത വിജയത്തിനാവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ, രാഷ്ട്രതന്ത്രം, ധർമ്മം, വ്യക്തിത്വ വികാസം എന്നിവ സമന്വയിപ്പിച്ച ഒരു നീതിസാര ഗ്രന്ഥമാണിത്. ചാണക്യനീതിയെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനം ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെ ചില വസ്തുതകൾ നമുക്ക് നോക്കാം. പശ്ചാത്തലവും പ്രാധാന്യവും. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായിരുന്നു ചാണക്യൻ. ഭരണാധികാരികൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്ന് പഠിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥം ചെയ്യുന്നത്. ഏകദേശം 17 അധ്യായങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇതിൽ നൂറുകണക്കിന് ശ്ലോകങ്ങളുണ്ട്. 2. പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ചാണക്യനീതിയിലെ ഉപദേശങ്ങളെ പ്രധാനമായും 5 മേഖലകളായി തിരിക്കാം. 1. വ്യക്തിത്വ വികാസം. ഒരാൾ എങ്ങനെ സ്വഭാവശുദ്ധി പുലർത്തണം, ആത്മനിയന്ത്രണം എങ്ങനെ പാലിക്കണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ വ്യക്തമായ ധാരണ നൽകുന്നു. 2. സൗഹൃദവും ശത്രുതയും. ആരെ വിശ്വസിക്കണം, ആരോട് അകലം പാലിക്കണം എന്നതിൽ അദ്ദേഹം കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് നേരായ ശത്രുവാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. 3. സാമ്പത്തിക ഭദ്രത. സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ദാരിദ്ര്യം ഒരു വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 4. വിദ്യാഭ്യാസവും അറിവും. അറിവില്ലാത്ത മനുഷ്യൻ സുഗന്ധമില്ലാത്ത പൂവ് പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു. നിരന്തരമായ പഠനം ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. 5. കുടുംബജീവിതം. മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എന്നിവരോടുള്ള കടമകളെക്കുറിച്ചും സന്തുഷ്ടമായ കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നു. 3. ചാണക്യനീതിയിലെ പ്രധാന തത്വങ്ങൾ അഥവാ സൂക്തങ്ങൾ. ചില പ്രശസ്തമായ ചിന്തകൾ നോക്കാം. 1. കാലത്തിൻ്റെ വില. കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ വർത്തമാനകാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാവി കെട്ടിപ്പടുക്കുക. 2. വിശ്വാസം. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കരുത്, കാരണം അത് പിൽക്കാലത്ത് നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കാം. 3. കർമ്മഫലം. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഫലം തീർച്ചയായും ലഭിക്കും. വിഷം നൽകുന്ന ചെടിയിൽ നിന്ന് അമൃത് പ്രതീക്ഷിക്കരുത്. 4. ആധുനിക കാലത്തെ പ്രസക്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്തും മാനേജ്മെൻറ്റ് പഠനങ്ങളിലും ചാണക്യനീതിക്ക് വലിയ സ്ഥാനമുണ്ട്. നേതൃപാടവം. ലീഡർഷിപ്പ്. ഒരു നേതാവ് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിന് ചാണക്യൻ വലിയ പ്രാധാന്യം നൽകുന്നു. ലക്ഷ്യബോധം. ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ വന്നാലും പതറാതെ മുന്നോട്ട് പോകാനുള്ള മാനസിക കരുത്ത് ഇത് പകർന്നു നൽകുന്നു. 5. ഒരു വിമർശനാത്മക വായന. ചാണക്യനീതിയിലെ ചില പരാമർശങ്ങൾ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ചും ചില സാമൂഹിക വിഭാഗങ്ങളെക്കുറിച്ചും ആധുനിക കാലഘട്ടത്തിലെ മൂല്യങ്ങളുമായി പൂർണ്ണമായും യോജിക്കണമെന്നില്ല. ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ വേണം ഇത്തരം കാര്യങ്ങളെ വിലയിരുത്താൻ. എങ്കിലും അതിലെ ഭൂരിഭാഗം ഉപദേശങ്ങളും സാർവലൗകികമായ സത്യങ്ങളാണ്.